യാക്കോബ് പറഞ്ഞ തന്നെ, സഹോദരന്മാരെ, നമ്മളെല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. നിങ്ങളത് അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേക്കല്ലേ. പാസ്റ്റർ പറഞ്ഞു, ശരിയാ, കഴിഞ്ഞ ദിവസം കെട്ടിയവനോട്ടൊരു കുത്തു കൊടുത്തു, പറഞ്ഞേക്കല്ലേ. പിന്നെ ജീവിതകാലത്ത് ആ പേരുദോഷം മാറുകയല്ല. ആരോടും പറയണ്ട. പക്ഷെ തമ്പുരാന്റെ മുമ്പ് വിള പറക്കരുത്. കർത്താവേ, ശ്രേഷ്ഠമായി അങ്ങയുടെ സന്നിധിയിൽ 22 വർഷമായി നിൽക്കുന്ന ദാസീത കടന്നു വന്നിരിക്കും. ഇതൊന്നും കർത്താവിൻ്റെ അടുത്ത് വിള പറക്കരുത്. നിന്റെ ഉള്ളിൽ വൈരാഗ്യവും പകയും പിണക്കവും, സഹോദരിമാരുടെ ദൂത് പറഞ്ഞിട്ട് അങ്ങോട്ട് വരാം. വൈരാഗ്യം, കുശുമ്പ്, കുന്നായ്മ, പക. ചില ആൻറ്റിമാർ പറയുന്നത്, ഞങ്ങളുടെ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ബീഡി വലിക്കുന്നുണ്ട് പാസ്റ്ററെ. ഉണ്ടല്ലേ? ആൻറ്റി പറയാതെ പറയുന്നൊരു കാര്യം, ഞാൻ ഇന്ന് വരെ ബീഡി വലിച്ചിട്ടില്ല പാസ്റ്ററെ. ആൻറ്റി ബീഡി വലിച്ചിട്ടില്ല, പക്ഷെ ആൻറ്റിക്ക് നല്ല കുശുമ്പില്ലേ, നല്ല ഉന്നായ്മയില്ലേ, നല്ല പുറത്തയില്ലേ, നല്ല പകയും വൈരാഗ്യവും പിണക്കോ ഇല്ലേ? അവർക്കോ അതൊന്നും ഇല്ല. അവർ അയലോക്കാരൻ നന്നാകുമോ? ഭാര്യ വീട്ടിൽ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ ഭർത്താക്കന്മാർക്കും അമ്മായിപ്പനും അമ്മായിമ്മയില്ലേ? ഇല്ല ആൻറ്റി, നിങ്ങളിങ്ങനെ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. ഇങ്ങനെ ഇരിക്കുക. ചില വീട്ടിലെ പെൺപിള്ളേരുണ്ടല്ലോ, ഇവളുടെയൊക്കെ പ്രായമുള്ള പെൺപിള്ളേര്, തൂക്കാനും അറിയത്തില്ല, കലം കഴുകാനും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല, ചായ ഇടാനും അറിയത്തില്ല. ഇങ്ങനെ ഇരുന്നാൽ എന്ത് ചെയ്യാം? ഇങ്ങനെ തന്നെ ഇരിക്കാം. ഒരു ദിവസം തൂത്തുപോയ പിന്നെ എന്നും തൂക്കേണ്ടി വരും. അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊണ്ട് വെച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. നിങ്ങൾക്കെല്ലാം അറിയാം. നല്ല പിണക്കമുണ്ട്, നല്ല വൈരാഗ്യമുണ്ട്, നല്ല പകയുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ നമ്മുടെ സഹോദരന്മാരുടെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇച്ചിരി കൺമോഹമുണ്ട്. നമ്മൾ ജയിക്കേണ്ടത് എന്നതാ. നമുക്കിപ്പോൾ ഒരുത്തൻ രക്ഷപ്പെട്ടു, അവൻ കാറ് മേടിച്ചു, അവൻ്റെ വീട്ടിൽ AC വെച്ചു, ഇതൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. നമ്മളത് മൈൻഡ് ഇവരാണെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് നടക്കുന്നില്ല, ഇവിടെ ഒരുത്തനുണ്ട് കെട്ടിയവനാന്നും പറഞ്ഞ് നടക്കുക, മനുഷ്യ ചൂടിനകത്ത് കിടന്ന് പുകയുക, ഒരു നല്ല ഫാൻ പോലും അത് ഞാൻ മേടിച്ചു, വേണ്ട വേണ്ട വെച്ച് ഇവിടെ വെച്ച് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും. അതുപോലെ ഭർത്താവിൻ്റെ പെങ്ങളെ കണ്ടു കഴിയുമ്പോഴത്തേക്കും അവള് ഞാൻ കെട്ടിയോനോട് മുടി കളർ ചെയ്ത് വന്നിരിക്കുന്നു, നിങ്ങളുടെ പെങ്ങള്. അവളുടെ തലയിലല്ലേ അവൾ മുടി കളർ ചെയ്ത്. ആ മുടി കളർ ചെയ്തിട്ട് നിങ്ങളുടെ വീട്ടിൽ വന്നാൽ നിങ്ങളുടെ വീട് കളർ മാറിപ്പോവോ? ചുമ്മാ കുശുമ്പ. അപ്പൊ സഹോദരന്മാർക്കുണ്ടാകുന്ന ചില കുറവുകൾ, കൺമോഹം, ചില അഡിക്ഷനുകൾ, ചില പ്രത്യേക ഏരിയയോടുള്ള, ഞാൻ വിശദീകരിക്കുന്നില്ലല്ലോ. ഇത് അവരുടെ ബലഹീനതകൾ, ഇല്ല ഞങ്ങളുടെ ബലഹീനതകൾ, നിങ്ങൾക്ക് നിങ്ങളുടേതായ ബലഹീനതകൾ. അപ്പോൾ നിങ്ങൾ അച്ഛൻ പറഞ്ഞായിരുന്നല്ലോ, മറ്റേ കാപ്പിപ്പൊടി അച്ഛൻ പറഞ്ഞു, ആണുങ്ങൾക്ക് മരിച്ചു കഴിഞ്ഞ് കുഴി കൊണ്ടുവച്ച് 5 മിനിറ്റൂടെ കഴിയുമ്പോഴും അവർക്ക് വികാരം ഉണ്ടാകും. അവർക്ക് 5 മിനിറ്റേ ഉണ്ടാവുള്ളൂ. സഹോദരിമാർക്ക് 5 വർഷം വൈരാഗ്യം ഉണ്ടാവും. സഹോദരിമാരെ അടക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ 5 വർഷം കഴിഞ്ഞ് ആ കല്ലറ തുറന്നു നോക്കി, അന്നേരം ഇങ്ങനെ എൻ്റെ അമ്മായിയമ്മ കെട്ടി വന്ന നാളിൽ അമ്മായിയമ്മ മണ്ണോട് മണ്ണായി പൊടിയായി. എന്നിട്ട് എല്ലാവരുടെയും ഭാഗത്ത് കുഴപ്പമില്ല. നമ്മൾ സമ്മതിക്കണം ദൈവമക്കളെ.